വരുന്നവരോടും പ്രതികളോടും മാന്യമായിട്ട് ബിഹേവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് DGPയുടെ സർക്കുലർ ഉള്ളതല്ലേ? മാഡത്തിന്റെ ഭർത്താവ് മാഡം കൂടി വൈകുന്നേരം നടക്കാറിറങ്ങുമ്പോൾ ഒരു അലവലാതി വന്ന് മാഡത്തിന്റെ നിതംബത്തിൽ കരതലം അമർത്തി എന്ന് വിചാരിക്കുക. വാട്ട് എന്ന് വെച്ചാൽ ചന്തിക്ക് പിടിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ ഇരിക്കും. പോലീസ് സ്റ്റേഷനിൽ വരുമ്പോ ഞാൻ ഈ അലവലാതിയോട് ചോദിക്കുകയാണ്, അല്ലയോ മഹാനുഭാവ, താങ്കൾ അന്യപുരുഷന്റെ പത്നിയായ ഈ മഹതിയുടെ നിതംബത്തിൽ കരുതലം അമർത്തിയത് അങ്ങേയറ്റം മ്ലേച്ഛമായ പ്രവൃത്തിയല്ലേ? ഞാൻ താങ്കൾക്കെതിരെ നിയമ നടപടി എടുക്കുന്നതിൽ വിരോധമില്ല എന്ന് കരുതട്ടെ. ഇനിമേലിൽ താങ്കൾ ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തിയിൽ ഏർപ്പെടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ സമാധാനത്തോടെ വിട്ടാൽ മതിയോ? അല്ല, മാഡത്തിന് അത് മതിയായിരിക്കും. 16 വർഷങ്ങൾക്കൊക്കെ മുമ്പ് മലയാളത്തിലെ ഒരു യുവതാരം അയാളുടെ മലയാള സിനിമയെ കുറിച്ചുള്ള പെർസ്പെക്റ്റീവ്സ് ഒക്കെ പറയാൻ നേരത്ത് മലയാളത്തിലെ പ്രേക്ഷകര് എന്ത് ഇവൻ പറയുന്നു, എന്ത് ജാടയാ, ഇവനെന്താ അഹങ്കാരിയാന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കാൻ നേരത്ത് നമ്മള് മലയാള പ്രേക്ഷകർ ഇങ്ങനെ ആശ്വസിച്ചു, പുള്ളിയല്ലേ, വൃത്തിയല്ലേ, അവൻ ഇനിമാറ്റിയ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിച്ചു. പിന്നെയും വർഷങ്ങൾക്ക് ശേഷം ഇന്ന് മലയാള സിനിമയിൽ നടക്കുന്ന മാറ്റങ്ങൾ അന്നേ പൃഥ്വിരാജ് പറഞ്ഞതല്ലേ. 16 വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി കമ്മിറ്റ് ചെയ്ത സിനിമയല്ലേ ആടുജീവിതം. വാവ്, ഓസം. ഇന്ന് മലയാള സിനിമയിൽ കുറച്ചുകൂടെ നീണ്ടിരുന്നെങ്കിൽ ഞാനൊരു ചായ കുടിച്ചിട്ട് വന്നു. അഭിലാഷ് ചർച്ചയിൽ CPM-നെ അഭിനന്ദിക്കുകയാണ്. അങ്ങനെ ഔട്ട്റൈറ്റ് അഭിനന്ദിക്കുകയാണ്. അഭിനന്ദിക്കേണ്ട കാര്യം ചെയ്താൽ അഭിനന്ദിക്കണ്ടേ? ഒരു അഭിനന്ദിക്കേണ്ട കാര്യമില്ല. ഈ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടിങ് പലതരത്തിൽ നടത്താം. ഏത് തരത്തിൽ നടത്താം? ഒന്നുകിൽ കള്ളപ്പണമായിട്ട് നടത്താം, അതല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വഴിക്ക് വൈറ്റ് ആയിട്ട് നടത്താം, അല്ലെങ്കിൽ മകൾക്ക് മാസപ്പടി വാങ്ങിയിട്ട് നടത്താം. ഇതിൽ CPM നടത്തിയത് ഏതാന്ന് പറഞ്ഞാൽ മതി. ഇവിടെ അഭിലാഷ് ആന പാറിപ്പോയ കഥ പറയല്ലേ? ഒറ്റോടത്തിന് ഇറങ്ങരുത്. തലച്ചോറ് ചിന്തിച്ചതും ഇവൻ ക്ലാസ് ടോപ്പറാ. ഒന്നും അറിയില്ല സാറേ. ക്യാൻസറിനുള്ള മരുന്നുണ്ടാക്കാനെന്നാ ഞങ്ങളോട് പറഞ്ഞേ. ക്യാൻസറിനുള്ള മരുന്നോ? ആണോ? അതെ. MBA പഠിച്ച മണിക്കുട്ടന് വരെ ഇങ്ങനെ ഒരു പൊട്ടക്കഥ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ അവർക്ക് സാധിച്ചു.